നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നു. VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുത്ത് PV അൻവർ. വന്യജീവി പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത രണ്ടുപേർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനം മന്ത്രിയുമാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. 30,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണിയടിക്കും. പനമരത്തെ വിജയം തറവാട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ സമ്മാനമാണെന്നും PV അൻവർ പറഞ്ഞു. പുതിയ സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് അൻവർ പറഞ്ഞു. 3.5 കൊല്ലമായി RSSന്റെ പണിയെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് 8 വർഷം ഈ വേദിയിലിരിക്കുന്നവരെ പിണക്കിയവനാണ് ഞാൻ. നിലമ്പൂരിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് ഈ അഴിമതികൾ തുറന്നു പറയാനാണ് ഞാൻ MLA സ്ഥാനം രാജിവെച്ചത്. മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം താൻ ചോദിച്ചു വാങ്ങിയതാണെന്നും അൻവർ പറഞ്ഞു. IAS തലപ്പത്ത് അഴിച്ചുപണിയുമായി സർക്കാർ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീറാം വെങ്കിട്ടരാമനെ കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറായി മാറ്റി നിയമിച്ചു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD PB നൂഹിനെ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ CMD സ്ഥാനവും നൂഹ് വഹിക്കും. പകരം ഡോക്ടർ അശ്വതി ശ്രീനിവാസിന് സപ്ലൈകോയുടെ ചുമതല നൽകി. കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയെ സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി മാറ്റി നിയമിച്ചു. ഫിഷറീസ് ഡയറക്ടർ P അബ്ദുൽ നാസറിനെ കായിക യുവജന കാര്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ഫിഷറീസ് ഡയറക്ടർ എന്നീ തസ്തികകളുടെ അധിക ചുമതല കൂടിയുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി A ഷിബുവിന് കേരള സംസ്ഥാന മൺപാത്ര നിർമ്മാണ മാർക്കറ്റിംഗ് ആൻഡ് വെൽഫെയർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറെ പൂർണ്ണ അധിക ചുമതല നൽകി. ചുരം ഇറങ്ങുന്നതിനിടെ ബസിന്റെ ബ്രേക്ക് പോയി. തലനാഴിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. ചുരം ഇറങ്ങുന്നതിനിടെ 6ാം വളവിൽ വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ ഒരു ഭാഗത്തെ മുൻ ടയറുകൾ സംരക്ഷണ ഭിത്തിയും കടന്ന് പുറത്തേക്ക് വന്നു. ബ്രേക്ക് ഡൗൺ ആയിട്ട് ബസ് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് മറിയാതെ നിന്നതിനാലാണ് അപകടത്തിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത്. വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെയാണ് അപകടം. സംഭവത്തെ തുടർന്ന് ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം ശക്തികുളങ്ങരയിൽ 3 പേർക്ക് വെട്ടേറ്റു. ശക്തികുളങ്ങര സ്വദേശി രമണി, സഹോദരി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെ 8:30-യോടെ ശക്തികുളങ്ങരയിലെ രമണിയുടെ വീട്ടിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. രമണിയും ഭർത്താവ് അപ്പുക്കുട്ടനും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രമണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 2 പേരും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തുടരുകയാണ്. പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസ്. ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പ്രകോപിതരായി പ്രതിഷേധിച്ച 14 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. ചെന്താമരയെ പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിലെ പോലീസിന്റെ വീഴ്ച ആരോപിച്ചും ചെന്താമരയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം. നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിക്കുകയും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നിരുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാത്ത നാട്ടുകാർക്കെതിരെ പെപ്പർ സ്പ്രേ പ്രയോഗവും പോലീസ് നടത്തിയെന്നും ആരോപണമുണ്ട്. അമ്മ തൂങ്ങി മരിച്ച നിലയിലും 3 മാസം പ്രായമായ കുഞ്ഞ് ബക്കറ്റിൽ മരിച്ച നിലയിലും. സമീപത്തു നിന്നും ആത്മഹത്യാക്കുറിപ്പ്. മലപ്പുറം മഞ്ചേരിയിൽ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുൽപ്പറ്റയ്ക്കടുത്ത് ഒളമതിലാണ് ദാരുണമായ സംഭവം. ഒളമതിൽ സ്വദേശിനി മിനി, ഇവരുടെ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. മാവൂരിലാണ് മിനിയുടെ ഭർത്താവിന്റെ വീട്. മിനിയുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ് മരണം. വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആരെയും കുറ്റപ്പെടുത്തേണ്ടെന്നും താൻ മരിക്കുകയാണെന്നും കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെന്നുമാണ് കുറിപ്പിലുള്ളതെന്നും പോലീസ് പറഞ്ഞു.
2 വയസ്സുകാരിയുടെ കൊലപാതകം. അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് താനാണെന്ന് പ്രതി പോലീസിനോട് നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദേവേന്ദുവിനെ ജീവനോടെയാണ് കിണറ്റിലെറിഞ്ഞതെന്ന് തെളിഞ്ഞിരുന്നു. കുഞ്ഞിന്റേത് മുങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയുടെ മൊഴിയും ഇത് ശരിവെക്കുന്നതാണ്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടരും. എന്നാൽ കൊലപാതകത്തിൽ ശ്രീധുവിനെതിരെയുള്ള തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരും. ഭർത്താവിന്റെ വിവാഹേതര ബന്ധം ചോദ്യം ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മണ്ണഞ്ചേരി സ്വദേശി സനിലാണ് ഭാര്യയെ മർദ്ദിച്ചത്. വിവാഹേതര ബന്ധം ആരോപിച്ച ഭാര്യ ഭർത്താവിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായി കൈക്കുഞ്ഞുമായി നിൽക്കെ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇരുകരണത്തും ഭർത്താവ് അടിക്കുകയായിരുന്നു. ഭർത്താവിന്റെ മർദ്ദനത്തിൽ കൈക്കുഞ്ഞിനും പരിക്കേറ്റു. സനലിന്റെ മർദ്ദനത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും തലകൾ കൂട്ടിയിടിച്ചപ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത്. ഭാര്യയെ നിലത്ത് കിടത്തി കഴുത്തു ഞെരിക്കാനും സനൽ ശ്രമിച്ചു. ഭർത്തൃപിതാവിന്റെ ഇടപെടലിലാണ് യുവതി രക്ഷപ്പെട്ടത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തായി. അമ്മയും കുഞ്ഞും നിലവിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കിയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ചു. ഇടുക്കിയിലെ ഹൈറേഞ്ചിലുള്ള ആശുപത്രിയിലാണ് 14-കാരി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 14-കാരനായ ബന്ധുവിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് പെൺകുട്ടി പറഞ്ഞു. ആൺകുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ഗർഭിണിയാണെന്ന് മനസ്സിലായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുറച്ചു നാളായി അകന്നു കഴിയുകയായിരുന്നു. അച്ഛനൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അവധിക്കാലത്ത് അമ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സമീപത്ത് താമസിക്കുന്ന ബന്ധുവിൽ നിന്നും ഗർഭം ധരിച്ചത്. സംഭവത്തിൽ ആൺകുട്ടിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കും. ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യും. സിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം. KSU നേതാക്കൾക്ക് സസ്പെൻഷൻ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, അക്ഷയ് എന്നിവരെയാണ് കേരളോർമ്മ കോളേജിൽ നിന്നും 2 ആഴ്ചത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കലോത്സവം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അധ്യാപകരുടെയും കോളേജ് യൂണിയന്റെയും പരാതിയിലാണ് നടപടി. പരാതി പരിഗണിക്കാൻ കൂടിയ കോളേജ് കൗൺസിൽ ഭൂരിപക്ഷം അംഗങ്ങളും സസ്പെൻഷനെ അനുകൂലിച്ചു. കേരളോർമ്മ കോളേജിലെ BA സംസ്കൃതം വിദ്യാർത്ഥികളാണ് ഇരുവരും. വധശ്രമ കേസിൽ അറസ്റ്റിലായ ഗോകുൽ ഗുരുവായൂർ നിലവിൽ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. പിന്നാലെയാണ് കോളേജിൽ നിന്നുള്ള സസ്പെൻഷൻ.